പാലക്കാട് മലമ്പുഴ കഞ്ചിക്കോട് പാതയിൽ കുങ്കിയാനകളുമായി വനം വകുപ്പിന്റെ പട്രോളിംഗ്. ആനത്താരയിൽ വെച്ച AI ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. വിവരങ്ങളുമായി നിഖിൽ പ്രമേശാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. നിഖിൽ, ഒരു ഔദ്യോഗികമായ നടപടിയാണെങ്കിലും ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ച കൂടിയായിരുന്നല്ലോ ഇത്. തീർച്ചയായിട്ടും ക്രിസ്റ്റിന, പാലക്കാട് മലമ്പുഴ കഞ്ചിക്കോട് പാത കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുന്ന മേഖലയാണ് ഇത്. ഈ പാതയിലാണ് കുങ്കി ആനകളുമായി വനവകുപ്പ് പെട്രോളിംഗ് നടത്തുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് ഈ ആനത്താരയിൽ സ്ഥാപിച്ചിട്ടുള്ള AI ക്യാമറകളുണ്ട്. ഈ ക്യാമറകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ബാംഗ്ലൂർ ബേസ് ചെയ്തൊരു കമ്പനിയാണ് ഇത്തരത്തിലുള്ള ഈ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ആനത്താരയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഈ ആനകൾ കടക്കുമ്പോൾ കൃത്യമായ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും മറ്റും ഫോണിൽ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കുങ്കി ആനകളെ ഇതുവഴി കടത്തിവിട്ട് അത് ആ ക്യാമറയിൽ പതിയുമ്പോൾ ഏത് തരത്തിലുള്ള സന്ദേശമാണ് ഇവരുടെ ഫോണിൽ ലഭിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുകയായിരുന്നു ഇന്നത്തെ പെട്രോളിംഗിന്റെ ലക്ഷ്യം. തെർമൽ സംവിധാനമുള്ള AI ക്യാമറകളാണ് മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ആനത്താരയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ആനകളെ നടത്തിയാണ് പരീക്ഷണം നടത്തിയത്. എന്തായാലും ആ പരീക്ഷണം വിജയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഉദ്യോഗസ്ഥർ അവരുടെ ഫോണുകളിൽ ഇവർക്ക് ഈ ദൃശ്യങ്ങളടക്കം സൂചന ലഭിക്കുന്നതിന്റെ കാഴ്ചകൾ നമ്മളെ കാണിച്ചു തന്നു. അതിൽ നിന്ന് വ്യക്തമാണ് ഈ ആനകൾ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ലഭിക്കുമ്പോഴുള്ള ഗുണകരമായ സാഹചര്യം എന്നുള്ളത് വളരെ വേഗത്തിൽ അവിടെയുള്ള വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് RRT സംഘത്തിന് ഈ മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതൊരു വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ മേഖലയിൽ നിരന്തരം കാട്ടാനക്കൂട്ടം രംഗത്തിറങ്ങുകയും ആളുകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യും. പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേശ്.